ഇതെന്താ ഓണാണോ? ഓണം മറ്റേ ഓണത്തിനേക്കാളും ആഘോഷമല്ലേ ഇത്? ഓണത്തിനേക്കാളും വലിയ ആഘോഷമാകുമ്പോൾ അതിൽ നമ്മൾ പങ്കുകൊണ്ടല്ലേ? ഈ മാവേലിയുടെ വേഷം ഇപ്പൊ കെട്ടി പ്രചരണത്തിന് ഇറങ്ങാനുള്ള ഒരു കാരണം ഷാഫിക്ക് ശേഷം മാങ്കൂട്ടം വരണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് വേഷം കെട്ടിയത്. മാങ്കൂട്ടം ജയിക്കും. എന്തായാലും മാവേലിയുടെ വേഷം ഒക്കെ കെട്ടി கண்ணா வெறும் இது ட்ரைலு மெயின் பார்க்கலையா? அஜ்மேல் தான் பார்க்க போறேன். പാക്കും பார்க்கலாம், திரும்பி மறுபடி வருவோம், பார்த்துட்டே இருப்போம், பார்க்கலாம். ഇതാണ് ഇനി കളി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇത് വെറും സാമ്പിൾ വെടിക്കെട്ടാണ്. ഇതിന്റെ അവസാന വെടിക്കെട്ട് ഈ പൂരം കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. നിരവധി UDF പ്രവർത്തകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും അടക്കമുള്ള നേതാക്കൾ അല്പസമയത്തിനുള്ളിൽ എത്തും. ഒരുപക്ഷെ ഈ പ്രതിപക്ഷ നേതാവും അവസാന ഘട്ടത്തിൽ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രമേശ് പിഷാരടി അടക്കമുള്ള താരങ്ങളും UDFന്റെ ഭാഗമായി പ്രചരണത്തിന് എത്തും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, നാഷണൽ ജനതാദൾ അടക്കമുള്ള പാർട്ടികളുടെ പ്രവർത്തകരാണ് ഇങ്ങോട്ട് ഒഴുകി എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒലവക്കോട് നിന്ന് ഈ ജൈനമേട് ജംഗ്ഷൻ വഴി ആണ് അവസാനം ഈ കോട്ട മൈതാനത്ത് നിന്ന് സ്റ്റേഡിയം റോഡിലായി ഈ പ്രചരണം അവസാനിക്കും. ഈ ശക്തി പ്രകടനം കൂടിയാണ്, ഓരോ പാർട്ടികളുടെയും മുന്നണികളുടെയും ശക്തി പ്രകടനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശമെന്ന് നമുക്ക് പറയാം. കാരണം UDSF പ്രവർത്തകർ വലിയ ആളെ കൂട്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ഇതിന് മറുപടി എന്നോണം LDYF പ്രവർത്തകർ സമാനമായ രൂപത്തിൽ ഇന്നലെ വലിയൊരു റാലി നടത്തി. കൊട്ടിക്കലാശവും ഈ രൂപത്തിൽ ശക്തി തെളിയിക്കുന്ന വലിയൊരു ആവേശക്കടലായി മാറ്റാൻ മൂന്ന് മുന്നണികളും ശ്രമിക്കുന്നുണ്ട്. കാരണം അത്രമേൽ വീറും വാശിയും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നടന്നത്. അതിന്റെ സമാപനം എന്ന് പറയുമ്പോൾ ഈ വീറും വാശിയും എല്ലാം തന്നെ ഉണ്ടാകും. ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത വിധമുള്ള സംഭവ വികാസങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ